നമസ്കാരം. കഴിഞ്ഞ 10 വർഷം ഒരു ഏകാധിപതിയെ പോലെ കേരളം ഭരിച്ച സഖാവ് പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് CPM നേതൃത്വവും അതുപോലെ CPM അണികളും മറ്റും എല്ലാം LDF-ലെ മുഴുവൻ അംഗങ്ങളും സഖാവിനെ, സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് അവരെന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും, ഏത് രീതിയിൽ ജനദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാലും അതിനെയൊക്കെ ന്യായീകരിച്ചു മെഴുകി കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് അവരുടെ ഗതികേട്. കാരണം സ്വന്തം പാർട്ടി, സ്വന്തം ഭരണ സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തെ സഹായിക്കലാവും, ഒരുപക്ഷെ തങ്ങളുടെ പാർട്ടിക്ക് തന്നെ വലിയ ക്ഷീണവുമാകും. അതുകൊണ്ട് ആദ്യത്തെ 5 വർഷം കഴിഞ്ഞു, രണ്ടാമത്തെ 5 വർഷത്തിലേക്ക് പിണറായി സർക്കാർ കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടൊപ്പം ഒഴുകുന്ന ആ ഒരു ഓളമായി ഇടതുപക്ഷവും സൈബർ സഖാക്കളും ഒക്കെ മാറിപ്പോയി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അപ്പോഴൊക്കെ അവർക്ക് അറിയാം തങ്ങളുടെ പാർട്ടി നാശത്തിന്റെ വക്കിലാണ്. പിണറായി എന്ന ഏകാധിപതി ആ ഭരണകാലത്ത് പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ജനഹൃദയങ്ങളിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം കുടുംബങ്ങൾക്കും സ്വന്തം വേണ്ടപ്പെട്ടവർക്കും വേണ്ടി മാത്രമായി, കുടുംബാംഗങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും മാത്രമായി അദ്ദേഹത്തിന്റെ ഭരണം മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന്. തന്റെ ഏകാധിപത്യത്തിന് തടസ്സം വരുമെന്ന് സാധ്യതയുള്ള ആൾക്കാർ, ഇപ്പോ P ജയരാജനുണ്ട്, KK ശൈലജയുണ്ട്, K രാധാകൃഷ്ണനുണ്ട്, അങ്ങനെ സഖാക്കൾ, നേതാക്കന്മാരെ ഒക്കെ വെട്ടി നിരത്തുക, നല്ല ജനപിന്തുണയുള്ള നേതാക്കന്മാരെയൊക്കെ വെട്ടി നിരത്തുക. അപ്പോ KK ശൈലജയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊണ്ട് മത്സരിപ്പിച്ച സ്ഥലം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് തനിക്ക് എതിരാളിയായിട്ട് വരുന്ന മുഴുവൻ ആൾക്കാരെയും വെട്ടി നിരത്തുക എന്നുള്ളത് 5 വർഷത്തെ ഭരണം കഴിഞ്ഞപ്പോൾ പിണറായി എടുത്തിട്ടുള്ള നിലപാടാണ്. ആദ്യത്തെ 5 വർഷത്തിൽ നല്ല മന്ത്രിമാരുണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ 5 വർഷത്തിൽ 1-2 പേരൊഴികെ ബാക്കി മുഴുവൻ വകുപ്പുകളും ഒരുപക്ഷെ കൈകാര്യം ചെയ്തത് ഈ ഏകാധിപതിയാണ് എന്ന് നോക്കിയാൽ കാണാൻ പറ്റും. കാരണം മന്ത്രിമാരെ ആർക്കും അറിയില്ല. കഴിഞ്ഞ 5 വർഷം ഭരിച്ചിട്ടുള്ള മന്ത്രിമാർ, വിവിധ വകുപ്പുകളിലെ മന്ത്രിമാർ ആരൊക്കെയാണെന്ന് എത്ര പേർക്കറിയാം? ഇനി ആരെങ്കിലും അറിയപ്പെടുന്നവരുണ്ടെങ്കിൽ ഇപ്പോ K രാധാകൃഷ്ണനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് വെട്ടി മാറ്റിയിട്ട് നേരെ കേന്ദ്രത്തിലേക്ക് അയച്ചതെന്ന് നമ്മൾ കണ്ടു. അതൊക്കെയാണ് കഴിഞ്ഞു പോയത്. എന്നാൽ ആ 5 വർഷത്തെ ജനപിന്തുണ തന്നെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട്, തന്റെ സഖാക്കൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൽ മതിമറന്ന് ആറാടി പോകുമായിരുന്നു. ഒരു വലിയ ഒരു വിജയമാണ് തന്നെ കാത്തിരിക്കുന്നത്, മൂന്നാമതും ഒരു ഭരണം തന്നെ കാത്തിരിക്കുന്നു എന്ന് ഒരുപക്ഷെ അദ്ദേഹം ശങ്കിച്ചു പോയി, അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലായി പോയി എന്ന് വേണം ചിന്തിക്കാൻ. പക്ഷെ സഖാക്കൾ ചിന്തിച്ചത് മറിച്ചാണ്. അവർക്ക് പാർട്ടി വലുതാണ്. ഇടതുപക്ഷം അങ്ങനെയാ. പിണറായി ആയാലും EMS ആയാലും അതുപോലെ ഗൗരവമ്മ ആയാലും ഇനി KK ശൈലജ ആയാലും ആരായിരുന്നാലും, അതിന് MP ഗോവിന്ദനായാലും ഏത് വ്യക്തിയായി കഴിഞ്ഞാലും പാർട്ടിക്ക് അതീതരല്ല എന്നതാണ് അവരുടെ നിലപാട്. മുൻകാല നേതാക്കളെ, പാർട്ടി വളർത്തിയിട്ടുള്ള നേതാക്കളെ പോലും അവർ ശാസിക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലൂടെ സഖാവ് പിണറായിയും കടന്നു പോകുന്നു എന്നാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 10 വർഷം, ആ 10 വർഷത്തിൽ അവസാനത്തെ 5 വർഷം സഖാക്കളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പാർട്ടിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ചപ്പോൾ തങ്ങളുടെ വർഗശത്രുക്കൾക്ക്, അതായത് തങ്ങൾക്ക് ഒരിക്കലും അനുകൂലിക്കാൻ കഴിയാത്ത, ഒരു വിധത്തിലുള്ള സമവായങ്ങൾ നടത്താൻ കഴിയാത്ത ആൾക്കാരെ ജയിപ്പിച്ചു വിട്ട് പ്രതികാരം അല്ലെങ്കിൽ ഒരു പുനർവിചിന്തനം കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിപ്പോയി എന്നത് ഏറ്റവും ഖേദകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് തളിപ്പറമ്പായാലും കണ്ണൂരായാലും ഒക്കെ നഷ്ടപ്പെട്ടു പോയത്. UDF-ന്റെ സ്ഥാനാർത്ഥികൾ വലിയ വിജയമാണ് അവിടെ നേടിയത്. അല്ലെങ്കിൽ CPM-ൽ നിന്ന്, LDF-ൽ നിന്ന് വിട്ടുപോയിട്ടുള്ള അവർ വിമതരായി അല്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കുമ്പോൾ അവർ വലിയ വിജയം നേടിയത്. കാരണം അവരൊക്കെ പാർട്ടിക്കാരാണ്, യഥാർത്ഥ സഖാക്കളാണ്. ആ സഖാക്കൾക്ക് തങ്ങളുടെ പാർട്ടി ഇങ്ങനെ തന്നെ നിലനിൽക്കണം, അത് നന്നായി പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന്റെ ഫലമാണ് സത്യത്തിൽ ഇവിടെ സഖാവ് പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ പതനം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണം, അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാട് അതിനൊരു താക്കീത് കൊടുക്കാൻ വേണ്ടി ഇവിടെ പരിണമിച്ചത് എന്ന കാര്യത്തിൽ സംശയം. ഈ ഒരു അവസരത്തിലാണ് സഖാവ് പിണറായിയുടെ ഭരണവും ഈ പാർട്ടിയുടെ ഇന്നത്തെ നിലപാടും ഒക്കെ കൂട്ടി വായിക്കേണ്ടത്. ധർമ്മടത്ത് പോലും പിണറായി വിജയൻ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തത്. 4-5 റൗണ്ട്, 5-6 റൗണ്ട് എണ്ണുമ്പോഴേക്കും കേരളത്തിലെ 10 കൊല്ലം അടക്കി ഭരിച്ചിട്ടുള്ള ഭരണാധിപൻ പരാജയപ്പെട്ട് നിൽക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ, അതും അവരുടെ പാർട്ടി മണ്ഡലത്തിൽ പരാജയപ്പെട്ട് നിൽക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു നിമിഷം ആലോചിക്കേണ്ടതുണ്ട്. പക്ഷെ ഇത്രയൊക്കെ പരാജയം ഏറ്റുവാങ്ങുമ്പോഴും അതിന് കാരണക്കാരൻ താനാണ് എന്ന് കേരളത്തിലെ മുഴുവൻ ആൾക്കാരും, ഇപ്പോ 3.5 കോടി ജനങ്ങളിൽ മറ്റൊരു വിഭാഗം, ഇപ്പൊ ഇടതുപക്ഷം LDF-ന്റെ വക്താക്കളോ സഖാക്കളോ അല്ലാത്ത മറ്റുള്ളവർ പിണറായിയെ എതിർത്തുകൊണ്ട് സംസാരിക്കുമ്പോഴും, സഖാക്കൾക്ക് വിമർശന ബുദ്ധിയ പറയുമ്പോഴും, ഒരു ഏകാധിപതിയായി കാണുമ്പോഴും, പാർട്ടിയുടെ നാശത്തിന് പിണറായി ഒരു കാരണമായി എന്ന് പറയുമ്പോഴും ഒക്കെ അദ്ദേഹത്തിന് മാത്രം അത് മനസ്സിലാകാതെ താൻ തന്നെ ഇനിയും കേരളത്തിൽ CPM-നെ ഭരിക്കണം, അല്ലെങ്കിൽ CPM നേതൃത്വത്തിൽ ഇരിക്കണം, അധികാരമില്ലാതെ തനിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് എത്തി. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് എന്നൊരു നിലയിലേക്ക് എത്തുമ്പോൾ
വലിയ പ്രതിഷേധമാണ് പത്തനംതിട്ടയിൽ നിന്ന് തുടങ്ങി വെക്കുന്നത്. പത്തനംതിട്ട, കൊല്ലം, ഇപ്പത്തെ കണ്ണൂരിലേക്ക് എത്തി നിൽക്കുകയാണ്. അതായത് ഓരോ ജില്ലാ കമ്മിറ്റിയും പ്രതികരിച്ചു തുടങ്ങി. കഴിഞ്ഞ പാർട്ടി മീറ്റിംഗിൽ പാർട്ടി അണികൾക്ക്, നേതാക്കൾക്ക്, പ്രാദേശിക നേതാക്കൾക്ക് സംസാരിക്കാനുള്ള അനുവാദമുണ്ട് എന്ന് പറഞ്ഞത് നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. കാരണം ഇതുവരെ പാർട്ടി അണികൾക്കോ മറ്റുള്ളവർക്കോ മിണ്ടാനുള്ള അനുമതിയില്ല. മേലിൽ നിന്ന് താഴേക്ക് പറയും, അതനുസരിച്ചോണം, അതനുസരിച്ചിട്ട് പ്രവർത്തിച്ചോണം എന്നതായിരുന്നു നില എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ പറയൂ, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കാം. കാരണം നിങ്ങൾ വോട്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ വരുന്നത്. പക്ഷെ നിങ്ങൾ വോട്ട് കൊടുക്കാതിരുന്നതിനൊരു കാരണമുണ്ടാവും. അത് നിങ്ങളെ കേൾക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ആദ്യമായി നിങ്ങളെ കേൾക്കുന്നു, നിങ്ങളെ കേട്ടതനുസരിച്ച് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് അതിനുള്ള തീരുമാനം പിണറായി എന്ന് പറയുന്ന ആ ഏകാധിപതി അല്ലെങ്കിൽ പാർട്ടി നേതാവ് ആരോ ആയിക്കോട്ടെ, അദ്ദേഹം നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം. ബാലഗോപാലിനെ പോലെ സീനിയർ ആയിട്ടുള്ള മറ്റൊരാളെ പ്രതിപക്ഷ നേതാവാക്കി കൊണ്ടുവരണം, പാർട്ടിയെ പുഷ്ടിപ്പെടുത്തണം. സ്വരാജിനെ പോലെ അല്ലെങ്കിൽ കാര്യപ്രസക്തിയുള്ള ആൾക്കാരെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ജനങ്ങളുടെ, അതായത് സഖാക്കളുടെ ആഗ്രഹത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് പിണറായി വീണ്ടും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കയറി, നേതാവിന്റെ സ്ഥാനത്തേക്ക് കയറി വരുന്നത്. പക്ഷെ അത് വളരെ എതിർപ്പാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുള്ളത്. സഖാക്കൾക്ക് വളരെ വിമർശനമാണ് അതിലുള്ളത്. ഒരുപക്ഷെ വലിയ പൊട്ടിത്തെറി CPM-ൽ ഉണ്ടായേക്കാം. പിണറായി വിജയൻ എന്ന ഏകാധിപതിക്ക് ഇനി ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം. പാർട്ടി ശക്തമായ നിലപാട് എടുത്തു എന്നും വരാം. കാരണം ജനങ്ങളാണ് പാർട്ടി, ജനങ്ങളാണ് ശക്തി. അത് CPM-നും മറ്റ് ഇടതുപക്ഷ കക്ഷികൾക്കും മനസ്സിലാക്കി കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. Different angles. Don't forget to subscribe and support this channel.